ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും മൊസാഡ് കഫേയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പേപ്പർ കവർ വെച്ചിട്ട് ഒരു DIY ക്രാഫ്റ്റാണിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ പോത്തീസിൻ്റെയോ കല്യാണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ളതായാലും നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കൂടുതലും നമുക്ക് ഇങ്ങനത്തെ ബ്രൗൺ പേപ്പർ കവേഴ്സ് കിട്ടാറുണ്ട്. പിന്നെ അതേപോലെ ഓൺലൈൻ ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴും ഇപ്പോൾ കൂടുതലും ഇങ്ങനത്തെ ടൈപ്പ് പേപ്പറാണ് കിട്ടുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് കട്ടി കുറഞ്ഞതാണ്, പക്ഷേ ഈ ഫുഡും ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കുറച്ചുകൂടെ കട്ടിയുള്ളതായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ പണ്ട് ക്രിസ്മസിന് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ ആ ഒരു ബ്രൗൺ പേപ്പറിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഒരു A4 പോലെ ഒന്ന് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഈ ഒരു ഷേപ്പ് ഞാനതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുഞ്ഞിലെ ഈ പേപ്പർ വെച്ചിട്ട് വിശറി ഉണ്ടാക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിഗ്സാഗായിട്ട് നമ്മളിതിനെ ഒന്ന് മടക്കിയെടുക്കുകയാണ്. മടക്കിയെടുത്ത ശേഷം ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നടുക്ക് നമ്മുടെ ഒരു ബാംബൂ സ്റ്റിക്ക്, നമുക്ക് ഒരു പാക്കറ്റ് 30 രൂപയ്ക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇനി ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ന്യൂസ് പേപ്പർ റോളോ അല്ലെങ്കിൽ നമ്മുടെ ഈർക്കിൽ 2 ചേർത്ത് വെച്ചൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഇടയിലേക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആ ഒന്ന് സ്റ്റിക്ക് ചെയ്ത ശേഷം അതൊന്ന് കൂട്ടി വയ്ക്കാനായിട്ട് നമ്മൾ ഇതേ ബ്രൗൺ പേപ്പർ തന്നെ ചെറിയൊരു പീസ് എടുത്ത് അതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ്. ഇനി നമുക്ക് വേറൊരു പാറ്റേൺ ചെയ്യാനായിട്ട് നമ്മുടെ പേപ്പറിനെ നമുക്ക് ഒരു സ്ക്വയർ പേപ്പർ ആദ്യം വെട്ടിയെടുത്തിട്ട് നമുക്കൊരു ട്രയാങ്കിൾ പീസ് അതിൽ നിന്ന് എടുക്കാം. അങ്ങനെ 2 ഷീറ്റ് ട്രയാങ്കിൾ എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വേറൊരു മറ്റതിനകത്തൊന്ന് സ്പ്രെഡായി നിന്നതാണെങ്കിൽ ഇതിൽ കുറച്ചൊരു ഒന്ന് കൂർത്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ 2 ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഡെക്കർ ഐറ്റം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മളൊരു വേസിലൊന്ന് വെച്ചിട്ടുണ്ട്. വേസിൻ്റെ വീഡിയോ പെട്ടെന്ന് വരാം കേട്ടോ. ബൈ ബൈ.